യാവാൻ സർവേഷു വേദേഷു ബ്രാഹ്മണ്യസ്യ വിജാനതഃ. അർത്ഥം: യാവാൻ വളരെയധികം, അർത്ഥ ഉപയോഗം, ഉദപാനെ ജലസംഭരണി സർവദാ എല്ലായിടത്തും, സംപ്ലൂതോദകെ നിറഞ്ഞു കവിഞ്ഞ, താവാൻ വളരെ പ്രയോജനകരം, സർവേഷു വേദേഷു വേദങ്ങളിൽ, ബ്രാഹ്മണസ്യ ജ്ഞാനിയെ, വിജാനത അറിയുന്നവനെ. ഇതാണ് ഓരോ വാക്കുകളുടെയും അർത്ഥം. ശ്ലോകാർത്ഥം നോക്കാം. വെള്ളം നിറഞ്ഞ ജലസംഭരണി എത്രമാത്രം പ്രയോജനം നൽകുന്നുവോ അത്രമാത്രം പ്രയോജനമേ ജ്ഞാനനിഷ്ഠനായ ബ്രഹ്മജ്ഞന് വേദങ്ങൾ ആസകലം കൊണ്ടും ഉണ്ടാവുകയുള്ളൂ. ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനനോട് ഇങ്ങനെ പറയുന്നു: പൊട്ടക്കുളം, കിണർ തുടങ്ങിയ ചെറിയ ജലാശയങ്ങളിൽ നിന്നും പരിമിതമായ പ്രയോജനം മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ. വെള്ളം കുടിക്കാം, കുളിക്കാം, അത്യാവശ്യം വീട്ടുകാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാം, അത്ര തന്നെ. എങ്ങും നിറഞ്ഞു തുളുമ്പി നിൽക്കുന്ന ജലരാശിയിൽ നിന്നാകട്ടെ വളരെയധികം പ്രയോജനങ്ങൾ നമുക്ക് നേടാവുന്നതാണ്. എത്ര പേർക്ക് വേണമെങ്കിലും വലിയ ജലാശയങ്ങളിൽ കുളിക്കാം, വെള്ളമെടുക്കാം, നീന്തിക്കളിക്കാം, അങ്ങനെ പലതും ചെയ്യാം. സുഖമാണ് ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്നുണ്ടെങ്കിൽ നേടേണ്ടത് കർമ്മസുഖമല്ല, ബ്രഹ്മസുഖമാണ് എന്നാണ് ഭഗവാൻ ഉദ്ദേശിക്കുന്നത്. അതിനായിട്ട് അർജുനനോട് ആത്മാവായി തീരുവാൻ ആവശ്യപ്പെടുന്നു. അങ്ങനെ ഒരു ചോദ്യം വരുമ്പോൾ നമ്മൾ മനുഷ്യരാണ്, കർമ്മം ചെയ്യേണ്ടേ എന്നൊരു ചോദ്യം അവിടെ ഉണ്ടാകും. കർമ്മമാർഗം ഉപേക്ഷിച്ച് സന്യാസം സ്വീകരിക്കുകയാണോ ഓരോ ലൗകിക ജീവികളും ചെയ്യേണ്ടത് എന്നൊരു ചോദ്യം ഉണ്ടാകും. കർമ്മം ചെയ്യുവാനും ആത്മാവാകാനും ഒരുമിച്ച് സാധിക്കുമോ എന്ന ചോദ്യവും അവിടെ ഉണ്ടാകും. ആ ചോദ്യത്തിന് ഉത്തരം ഭഗവാൻ അടുത്ത ശ്ലോകങ്ങളിലൂടെ പറഞ്ഞു തരുന്നു. എങ്ങനെയാണ് ഒരാൾക്ക് ലൗകികപരമായ കർമ്മങ്ങൾ ചെയ്യുന്നതിനോടൊപ്പം സന്യാസവും സ്വീകരിക്കുവാൻ സാധിക്കുന്നത് എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം തുടർന്നുള്ള ശ്ലോകങ്ങളിൽ നമുക്ക് കാണാവുന്നതാണ്. എല്ലാവർക്കും മനസ്സിലായി എന്ന്